ഹായ് എവ്രി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് സൊസൈറ്റിയിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്, തിയറീസ് ഓഫ് ട്രാൻസിഷൻ ടു അഗ്രികൾച്ചർ. ദെൻ ഫ്രം ഫോറേജിങ് ടു അഗ്രികൾച്ചർ. ദെൻ ലോകത്തിലുള്ള ഒരുപാട് ആളുകൾ അന്നത്തെ കാലത്ത് നിന്നും ഉദാസീനരായി മാറിക്കൊണ്ട് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലുകളും അതുപോലെ പുതിയ ഭക്ഷണ സ്രോതസ്സുകളും കണ്ടെത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മധ്യശിലായുഗത്തിലെ ആ ഒരു കാലഘട്ടത്തെ തുടർന്ന് അഥവാ നിയോലിത്തിക് അല്ലെങ്കിൽ ഒരു പുതിയ ശിലായുഗം രൂപപ്പെടുകയുണ്ടായി. ഏഷ്യയിൽ നിന്നും തെക്കൻ യൂറോപ്പിലേക്ക് കുടിയേറിയ ആധുനിക മനുഷ്യരുടെ പുതിയ രൂപങ്ങളാണ് നിയോലിത്തിക് സംസ്കാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ കരയിലെ സമീപകാല പുരാവസ്തു കണ്ടെത്തലുകളിൽ നിന്നും BCE 7500 നിയോലിത്തിക് വാസസ്ഥലങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 5000 BCയോടുകൂടി മെസപ്പൊട്ടോമിയയിലും അതുപോലെ ഈജിപ്തിലും പൂർണ്ണമായി വികസിച്ച നിയോലിത്തിക് സംസ്കാരങ്ങളും മറ്റും നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഏകദേശം 3000 BCE വരെ യൂറോപ്പിൽ അത്തരത്തിലുള്ള ഒരു വികാസവും മറ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തെളിവുകൾ പരാമർശിക്കുന്നത്. 4th BCE രണ്ടാം സഹസ്രാബ്ദത്തോടു കൂടി ഭൂമധ്യരേഖ ആഫ്രിക്കയിലെ തെക്ക് വരെ ഒരു കൃഷി സ്ഥാപിക്കപ്പെടുകയുണ്ടായി. നിയോലിത്തിക് കൃഷി ആവിർഭാവത്തോടു കൂടി മനുഷ്യ സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. ഭക്ഷ്യോൽപാദനം എന്നറിയപ്പെടുന്ന ഒരു കൃഷിയിലേക്ക് മാറ്റം വന്നതോടുകൂടി അവരുടെ നാഗരികതക്കും അതുപോലെ സംസ്കാരത്തിലും പുതിയൊരു സംഭാവന തന്നെ അവർക്ക് നൽകാൻ സാധിച്ചു. അതുപോലെ വേട്ടക്കാരി എന്നുള്ള ആ ഒരു ഭാവനയിൽ നിന്നും അവർക്ക് കൃഷിയിലേക്കുള്ള ഒരു മാറ്റവും അതുപോലെ പുതിയൊരു സാമ്പത്തിക രീതിയിലേക്കുള്ള മാറ്റവും അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇതിനെ നിയോലിത്തിക് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിൽ കൃഷി ചെയ്യുകയും അതുപോലെ കന്നുകാലികളെ വളർത്തുകയും ചെയ്തതോടുകൂടി അവർക്ക് കൂടുതൽ വിശ്വസനീയമായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങളെ കിട്ടാനും അതുപോലെ ഇടക്കിടക്ക് അതിൽ കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ മിച്ചം വരുത്താനും അവർക്ക് സാധിച്ചു. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിൽ ഒന്നാണ് ഈ നിയോലിത്തിക് വിപ്ലവം എന്ന് പറയുന്നതും അത് അവരുടെ ജീവിത രീതിയെ തന്നെ ഏറ്റവും കൂടുതൽ സുഗമമാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. വേർ ജോർജൻ ചൈൽഡ്. ഇദ്ദേഹം ഒരു പുരാവസ്തു ഗവേഷകനാണ്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു പുരാവസ്തു ഗവേഷകനായിരുന്നു V. ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്നത്. 1920കളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ ഫീൽഡ് വർക്കുകളിലൂടെ തന്നെ യൂറോപ്പിന്റെ ചരിത്രാതീതമായിട്ടുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചും അവിടെ നിലനിന്നിരുന്ന പുരാവസ്തു മാതൃകകളെ കുറിച്ചും അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ചൈൽഡയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതികളിൽ ഒന്നാണ് ദ അർബൻ റവല്യൂഷൻ എന്നൊരു പ്രബന്ധം. അദ്ദേഹം ആദ്യമായിട്ട് ടൗൺ പ്ലാനിംഗ് റിവ്യൂവിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈൽഡ് നിയോലിത്തിക് വിപ്ലവമാണ് എന്ന പദം അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. മനുഷ്യർ അവരുടെ ഭക്ഷണ വിതരണത്തിൽ ഫലപ്രദമായിട്ടുള്ള നിയന്ത്രണം നേടിയെടുക്കുകയും അതുപോലെ ക്രമാനുഗതമായിട്ടുള്ള ഘട്ടങ്ങളെ വിവരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുത്തിട്ടുള്ള പ്രജനനത്തിലൂടെ അവർ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പുല്ലുകളും അതുപോലെ വേരുകൾ, മനങ്ങൾ എന്നിവ നട്ടുവളർത്താനും മെച്ചപ്പെടുത്താനും തുടങ്ങി എന്നുള്ളതും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മധ്യ യൂറോപ്പ്, പടിഞ്ഞാറൻ ചൈന തുടങ്ങിയ പ്രദേശങ്ങളിൽ സമ്മിശ്രമായിട്ടുള്ള കൃഷിയും വളരെ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയും ഉണ്ടായിരുന്നു എന്നും പുരാതന കർഷകർ പ്രാഥമികമായിട്ട് കാർഷിക ഉൽപ്പന്നങ്ങളെയും ചുരുങ്ങിയത് വളർത്തുമൃഗങ്ങളെയും ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഒരു വിപ്ലവം എന്ന നിലയിൽ ജനസംഖ്യാ വക്രതയിൽ പ്രതിഫലിപ്പിക്കുന്ന പോലെ ഭക്ഷ്യോൽപാദനത്തിലും അതുപോലെ അവരുടെ സമ്പദ് വ്യവസ്ഥയിലും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനും അതുപോലെ അത് അവരുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതുപോലെ അവർ ഹോർട്ടികൾച്ചർ എന്നുള്ള ഒരു സംഭവം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗാർഡൻ കൾച്ചർ എന്നും ഇതിനെ പറയുന്നുണ്ട്. അതൊരു പ്രാകൃതമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. വടക്കൻ മീതോഷ്ണ വനങ്ങളിലും ഉഷ്ണമേഖലാ കാടുകളിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ രാജ്യങ്ങളിൽ, ഇപ്പോൾ വരണ്ടതോ അല്ലെങ്കിൽ മരുഭൂമിയോ ആയിട്ടുള്ള രാജ്യങ്ങളിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂമിയിൽ കുന്നുകളിൽ നിന്നും ഒഴുകി വരുന്ന തോടുകളിലും അത്തരത്തിലുള്ള കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ആനുകാലികമായിട്ടുള്ള കൃഷി രീതിയും മറ്റും അവർ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. കെൻ ഫ്ലാനറി എന്നാല് വടക്കേ അമേരിക്കയിലുള്ള ഒരു പുരാവസ്തു ഗവേഷകനാണ് ഇദ്ദേഹം. അദ്ദേഹം മെസോ അമേരിക്കയിലെ പ്രീ കൊളംബിയൻ സംസ്കാരങ്ങളെയും മറ്റുമാണ് അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ നാഗരികതകളെ കുറിച്ചും അതുപോലെ മധ്യ തെക്ക് മെക്സിക്കോയിലെയും വിപുലമായിട്ടുള്ള ആ ഒരു ഏരിയയിലുള്ള ഗവേഷണവും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. സമീപ കിഴക്കൻ പ്രദേശങ്ങളിലെ കൃഷിയെ കുറിച്ചും ഗ്രാമജീവിതത്തിന്റെയും ഉത്ഭവം, പാസ്റ്ററലിസ്റ്റുകൾ, സാംസ്കാരിക വികസനം, പുരാവസ്തു ശാസ്ത്ര രീതി, സിദ്ധാന്തം, പ്രയോഗം എന്നിവയിലും സമീപകാല പ്രവണതകളെ കുറിച്ചും നിരവധി വിമർശനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
ദെൻ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ 3 അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഭക്ഷ്യോൽപാദനത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ വേട്ടയാടുന്ന ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് ഇറാൻ, ഇറാഖ്, തുർക്കി എന്നിവിടങ്ങളിലുള്ള പർവ്വത മേഖലകൾ, ഫലസ്തീനിലെ വനമേഖലകൾ എന്നിവയിൽ പോലുള്ള നാമമാത്ര പ്രദേശങ്ങളിൽ മാത്രമാണ് ഭക്ഷ്യോൽപാദനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായി പറയുന്നത് തുടക്കം മുതൽ നിരവധി നൂറ്റാണ്ടുകളിൽ ഭക്ഷ്യോൽപാദനം ഉണ്ടായിരുന്നു. ഇതിന് കൃഷിക്ക് മുമ്പുള്ള ആളുകൾ പ്രത്യേക പരിസ്ഥിതികളോടല്ല, അതുപോലെ വിവിധ ചുറ്റുപാടുകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള മൃഗങ്ങളോടും സസ്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകുന്നവരായിരുന്നു. ഇതാണ് അദ്ദേഹം പറയുന്ന 3 അനുമാനങ്ങൾ. ദെൻ സാഗ്രോസ് പർവ്വത നിരകളിൽ നിന്നും മെക്സിക്കോയിലെ തെക്കൻ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും കാർഷിക കൃഷിയിലേക്കുള്ള മാറ്റം വ്യക്തമാക്കാൻ ക്ലെൻ ഫാനറി ഒരു സിസ്റ്റംസ് എന്നുള്ള ഒരു സിദ്ധാന്തം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിശകലനം അനുസരിച്ച് വേട്ടയാടുന്ന സംഘങ്ങളിൽ നിന്നും കാലാനുസൃതമായിട്ടുള്ള ഒരു ചലനാത്മകത വിവിധ മേഖലകളിലേക്കും അതുപോലെ തന്നെ വൈവിധ്യമായിട്ടുള്ള സസ്യജാലങ്ങളെ നേരിടാൻ അവരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ മെക്സിക്കോയുടെ തെക്കൻ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ള ഒരു തത്വത്തിലും അദ്ദേഹത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സസ്യങ്ങൾ പാചകം ചെയ്യണം എന്നുള്ളതും അല്ലെങ്കിൽ പാകമാക്കണം എന്നുള്ളതും ഒരു പ്രകൃതി നിയമവും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ മറ്റുള്ളവരുടെ അതർ തിയറീസ് ആണ് പറയുന്നത്. ദെൻ റോബർട്ട് ബ്രൈഡുഡ് എന്നിട്ടുള്ള ഒരു പ്രമുഖ പുരാവസ്തു ഗവേഷകൻ 1950കളിൽ USA ചിക്കാഗോ സർവകലാശാലയിലെ സാഗ്രോസ് പർവ്വത മേഖലയുടെ പടിഞ്ഞാറൻ ചെരുവുകളിൽ ഫീൽഡ് വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഹിമപാനാന്തര കാലഘട്ടത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ സ്വഭാവവും സ്വാധീനവും പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ സസ്യശാസ്ത്രജ്ഞൻ, ഭൂമിശാസ്ത്രജ്ഞൻ, ജന്തുശാസ്ത്രജ്ഞൻ, പുരാവസ്തു ഗവേഷകൻ എന്നിവരുൾപ്പെടെയുള്ള വിദഗ്ധരുമായിട്ട് ബ്രൈഡുഡ് സഹകരിച്ച് വിപുലമായിട്ടുള്ള അന്വേഷണങ്ങളും മറ്റും നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഗവേഷണത്തിലൂടെ അക്കാലത്ത് ഈ മേഖലയിൽ കാര്യമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും അവർ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കാട്ടിലും മറ്റുള്ള ജീവിവർഗങ്ങൾ അല്ലെങ്കിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങളിലെ സസ്യങ്ങളും മൃഗങ്ങളെയും കുറിച്ചും അവർക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യ ഉൽപാദനത്തിന്റെ ഘട്ടത്തിലേക്ക് ക്രമാനുഗതമായിട്ടുള്ള പരിണാമം ഉണ്ടായതായിട്ടും റോബർട്ട് ബ്രൈഡുഡ് വാദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ന്യൂക്ലിയർ സോണുകളിൽ കൃഷി ആരംഭിച്ചു. അവ സമൃദ്ധമായിട്ട് മൃഗങ്ങളിലേക്കും സസ്യജാലങ്ങളിലേക്കും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈറ്റിലെ ബ്രൈഡുഡ് വന്യവും എന്നാൽ ഭക്ഷ്യയോഗ്യവുമായിട്ടുള്ള സസ്യങ്ങളെയും മൃഗങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ അതുപോലെ അവിടെ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ചും അതുപോലെ ചെമ്മരിയാടുകൾ, ആട് എന്നിവയുള്ള പൂർവികരെ വേട്ടയാടുന്നതും അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് ജീവിച്ചിരുന്നതായിട്ടും ഈ ഒരു സൈറ്റിൽ നിന്നും അവർക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ദെൻ ബീൻഫോർഡിന്റെ എത്നോഗ്രാഫിക് ഗവേഷണം 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു അമേരിക്കൻ പുരാവസ്തു ഗവേഷകരിൽ ഒരാളായിരുന്നു ലൂയിഡ് ആർ ബീൻഫോർഡ്. ഫ്രാൻസിലെ കോംബ്ഗനിൽ നിന്നും ഗ്രൈനലിലെ മൗസ്റ്റീരിയൻ സൈറ്റിൽ നിന്നും കല്ലുപകരണങ്ങളും അതുപോലെ ജന്തുജാലങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റും അദ്ദേഹത്തിന് കിട്ടുകയും അതിൽ അദ്ദേഹം ഭൂരിഭാഗം സമയം ചെലവഴിച്ചുകൊണ്ട് അതിനെ കുറിച്ച് പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ 1960കളോടെ ഏതാനും പുരാവസ്തു ഗവേഷകര് എത്നോ ആർക്കിയോളജിയിൽ ഗവേഷണം നടത്തുകയും അതുപോലെ പ്രധാനമായും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും വേട്ടയാടുന്നവർക്കിടയിലായിരുന്നു അവർ ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ 1969 കോംഗ്രൈനയിലെ നിയാണ്ടർത്തലുകളെ പോലെയുള്ള അല്ലെങ്കിൽ ആർട്ടിക് പർവ്വത നിരകളിൽ ജീവിച്ചിരുന്ന കരിബുവിനെ വേട്ടയാടുകയും ചെയ്തിട്ടുള്ള അവശേഷിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിട്ടുള്ള അലാക്സൻ നുനുമാട്ടിയിലെ ബിൻഫോർഡിലെ സ്വന്തം വംശീയ പുരാവസ്തു പഠനവും അവര് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ സമൃദ്ധമായിട്ടുള്ള സസ്യജന്തു വിഭവങ്ങളെ കുറിച്ചും വിജയകരമായിട്ടുള്ള പഠനം നടത്തിയവരായിരുന്നു ഇവരെല്ലാം. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അവർ അഗ്രികൾച്ചറിലേക്ക് അവർ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതും അതുപോലെ ചില ശാസ്ത്രജ്ഞന്മാർ ഇത്തരത്തിലുള്ള ഫീൽഡുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള പുരാവസ്തു ഗവേഷകരെ കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.